മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ തെറ്റ് ചെയ്തത് അപ്പോൾ തന്നെ ശിക്ഷ ഇറങ്ങി. മോശയെ ക്രിസ്തുവിന്റെ മുകളിൽ കയറ്റി നിർത്തി കനാനോട് കാണിച്ചു കൊടുക്കണം. മാസം കൊടുത്തില്ല. ആ പോകാൻ സമ്മതിക്കാത്തതാണ് ശിക്ഷ. രണ്ടാമതവനെ മരിപ്പിച്ചു. മരിപ്പിട്ടാകുന്നതിനെ മരിപ്പിച്ച് ആ ക്രിസ്തുവിന്റെ താഴ്വരയിൽ അടക്കി. എവിടെയാണെന്ന് ഗോകുലത്തിലുള്ള എന്തോ ആർക്കും അറിഞ്ഞുകൂടാ. അത് കണ്ടു കിട്ടിയാൽ ജനം അവിടുന്ന് പോരില്ല. നമ്മുടെ ആളുകളുടെ രീതി. എന്തായാലും ആ താഴ്വരയിൽ അടക്കി. അപ്പോൾ മോശയുടെ ശരീരത്തിന് വേണ്ടി ഒരു പിശാച് ഓടി വന്നു. ഇത് ചെള്ള്, ഇത് എന്റെ അവകാശപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞതേ ഇത് 3 തെറ്റി. ലാസ്റ്റ് ചെയ്തത് വടി നീട്ടാന്നല്ലേ പറഞ്ഞു. എന്തിനാ വടി പാറക്കണ്ടി കിട്ടിയത്? അതുപോലെ മെസ്സേജിനെ അടിച്ചു നോക്കും, കുഴിച്ചിട്ടു, ഒരു പൂശ്വാസം ചെയ്തു, വിചാരം ചെയ്തു. ഇതിനൊക്കെ തെറ്റ് ചെയ്തവരാണ് ഈ മോശ. സ്വർഗത്തിൽ പോകാൻ അവകാശമില്ല, എന്റെ വകയാണെന്ന് പറഞ്ഞപ്പോൾ മുഖ്യനായ മീഖായേൽ വന്ന് ഇവരോട് പടവെട്ടി. അതിന്റെയൊക്കെ ശിക്ഷകളൊക്കെ ദൈവം കൊടുത്ത് ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മൾ മറന്നു പോയാലും പിശാച് മറന്നു പോകില്ല. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവസാന ന്യായവിധിയില് നമ്മൾ ജയിക്കും വിചാരിച്ചു. എന്നാൽ മീഖായേൽ മലാഖയുടെ ആ വലിയ കരുണ ഇല്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് മാനസാന്തരവും പശ്ചാത്താപവും ഉപസാരവും സഭയിലായിരിക്കുന്നത്. ദൈവത്തിലെ ഇന്ന് മുതൽ 3 നോമ്പാണ്. നാളെ ഇന്ന് വൈകിട്ട് ഒരു കേന്ദ്രത്തിയ 24, 27, 29 3 നോമ്പ് ഇടും. അപ്പൊ ഈ 3 നോമ്പ് നോക്കാത്ത വലിയ നോമ്പ് അവകാശത്തെ നോക്കെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 ദിവസങ്ങളിൽ മക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചർച്ചയാണെന്ന് ഗാന്ധിയാണെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ നെല്ലെന്ന് പറഞ്ഞാൽ പിള്ളേർക്കുള്ള സിനിമയെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അവര് 3 നോമ്പിന്റെ പ്രാധാന്യം ഇതുമാരെ ജനം രക്ഷപ്പെടുന്നതിന്റെ കാര്യമെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഒരു വൈകുന്നേരത്തെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ആത്മീയരായിട്ട് വളർത്തിയില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഒരു വശം മാത്രം പഠിപ്പിക്കുന്നത് ദൈവത്തെ കൊടുക്കാതെ, ദൈവകൽപ്പന പഠിപ്പിക്കാതെ നിങ്ങൾ ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ഇടക്കൂട്ടി നിന്നു. അതുകൊണ്ട് സാത്താൻ നമ്മുടെ പിന്നാലെ കുറ്റം കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ മോശ തെറ്റ് ചെയ്തപ്പോൾ സാത്താൻ ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഞാൻ നിങ്ങൾ മരിക്കുമ്പോൾ 1000 തെറ്റുകൾ സാത്താൻ ഉയർത്തിപ്പിടിക്കും. അത് കഴിയുകളയാനുള്ള സത്യസാരം. അതാത് സമയത്തെ പാപങ്ങളെ കഴിയുകളഞ്ഞ് കർത്താവുമായിട്ട് നിരപ്പായി അവന്റെ ജീവനുള്ള ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കത്തക്കവണ്ണം ഓരോ ഞായറാഴ്ചയും ഒരുങ്ങി പോരണമേ. വലിയ പാപങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ, എല്ലാം വലിയ പാപമാണ് പിടികൂടുമ്പോൾ മാത്രം പോരാ, കുമ്പസാരിക്കണം. ഞാനിവിടെ 6 മണിക്ക് വരുന്നത് അരമണിക്കൂർ കുമ്പസാരിക്കാൻ ക്രമമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കുമ്പസാരിക്കാവുന്നതാണ്. വലിയ നോമ്പിലേക്ക് കിടക്കുന്ന കാലം കുമ്പസാരിക്കാണ്ട് മാത്രമില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് അംഗീകരിച്ച് അവന്റെ മകനും മകളുമായിട്ട് ജീവിക്കാൻ പോകണം. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുവാനാകട്ടെ. ദൈവത്തെ പ്രമാണ ബാക്കി എല്ലാവർക്കും പോകാവുന്നതാണ്. Thank you.